നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ഡീലക്സ് ബസിന് നേരെ മുട്ടയേറ്. യാത്രക്കാരെ സുരക്ഷിതരായി വീടുകളിലെത്തിച്ചത് വെള്ളിക്കോത്ത് സ്വദേശിയായ സുരേഷ് എന്ന KSRTC ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ രാജി നാടകം. കോൺഗ്രസ് അംഗം A. കാർത്യായനി രാജിക്കത്ത് നൽകി. പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കത്തിനിടെയാണ് സംഭവം. കാസർഗോഡ് മെത്താംഫിറ്റാമിനുമായി 2 പേർ പിടിയിൽ. ഓണാഘോഷം മുൻനിർത്തി എക്സൈസ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ നെറ്റിചൊളിയുന്ന മന്ത്രിമാരും MLA-മാരുമാണ് കേരളത്തിലുള്ളതെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം A. വേലായുധൻ. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് തിരംഗയാത്ര സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിലെ പരിഷ്കാരം. പ്രതിഷേധവുമായി കർഷക തൊഴിലാളി ഫെഡറേഷൻ. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ബംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ഡീലക്സ് ബസിന് നേരെ മുട്ടയേറ്. യാത്രക്കാരെ സുരക്ഷിതരായി വീടുകളിലെത്തിച്ചത് വെള്ളിക്കോത്ത് സ്വദേശിയായ സുരേഷ് എന്ന KSRTC ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം. മുട്ടേറിഞ്ഞ് കാഴ്ചമറിച്ച് ബസ് അപകടത്തിൽപ്പെടുത്തി കവർച്ച നടത്താനുള്ള ശ്രമമാണിതെന്ന സംശയം ബലപ്പെടുന്നു. സംഭവത്തിൽ KSRTC അധികൃതർ പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് ഡിപ്പോയിലെ ഡ്രൈവർ സുരേഷിനും കണ്ടക്ടർ സനുവിനും ബുധനാഴ്ച രാത്രിയിലെ ആശങ്കപ്പെടുത്തിയ സംഭവങ്ങൾ ഇപ്പോഴും മറക്കാനായിട്ടില്ല. സുരേഷ് വർഷങ്ങളായി ദീർഘദൂര സർവീസ് ഡ്രൈവറായി പോകുന്നയാളാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് കാസർഗോഡിൽ നിന്നും KSRTC കാസർഗോഡ് യൂണിറ്റിലെ ATC 142 ഡീലക്സ് ബസ്സിൽ ബാംഗ്ലൂരിലേക്ക് പോയത്. തിരിച്ച് രാത്രി 9 മണിയോടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് അകലെ ബിട്ടിത്തി ഭാഗത്ത് എത്തിയപ്പോഴാണ് സർവീസ് റോഡിൽ നിന്നും 3 പേർ ബസ്സിന് നേരെ കോഴിമുട്ടയെറിഞ്ഞത്. സമീപത്ത് 2 ബൈക്കുകളിലായി മറ്റു ചിലരെയും കാണാമായിരുന്നു. അപകടം മനസ്സിലായതോടെ ചില്ലിലൂടെ കാണുന്ന അവ്യക്തമായ റോഡിലൂടെ സംയമനത്തോടെ ബസ് നിർത്താതെ ഓടിച്ചു പോന്നു. ഇത് പറയുമ്പോൾ ഇപ്പോഴും പേടി മാറിയിട്ടില്ല സുരേഷിന്. ബാംഗ്ലൂരിൽ നിന്ന് 8:30 പുറപ്പെട്ട വണ്ടി ഏകദേശം 30 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ബിഡതി റെയിൽവേ ഫ്ലൈ ഓവർ കഴിഞ്ഞ് അടുത്ത് കിട്ടുന്ന വണ്ടർലാൻഡ് ഫ്ലൈ ഓവർ ഉണ്ട്, അണ്ടർപാസിംഗ് ഉണ്ട്. അണ്ടർപാസിംഗ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്താണ് സർവീസ് റോഡ് മുകളിൽ നമ്മൾ താഴേറ്റ് വരുന്ന സമയത്ത് ആ സർവീസ് റോഡിൽ ഇരുന്ന് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് മുട്ട എറിഞ്ഞു. 3 മുട്ടയാണ് എൻ്റെ നേരെ വന്നത്. എത്ര എറിഞ്ഞു അറിയില്ല. 3 മുട്ട വന്നു. 3 മുട്ട വന്ന് ഗ്ലാസ്സിൽ മുട്ട വീണ് ഒലിക്കുന്ന പാടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് വണ്ടി മുമ്പോട്ടേക്ക് എടുത്തു. പറ്റാവുന്ന രീതിയിൽ മുമ്പോട്ട് എടുത്തിട്ട് പിന്നെ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് വെളിച്ചൂലെടുത്ത് വണ്ടി വെച്ചിട്ട് ഞാനും കണ്ടക്ടറും കൂടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി. അത് കഴുകാൻ വലിയ പാടാണ്. മുട്ട എറിഞ്ഞാലുള്ള അവസ്ഥ അറിയാം, പെയിൻ്റ് അടിച്ച പോലെ ഉണ്ടാവും. അതൊക്കെ ക്ലീനാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് മേലധികാരികളൊക്കെ വിവരം അറിയിച്ചു. അതിനുശേഷം യാത്ര തുടർന്നു. സംഭവത്തിൽ KSRTC പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടന്നതെന്ന സംശയത്തെ തുടർന്ന് അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ ഗതാഗത മന്ത്രി CP ജോൺ KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ഓഗസ്റ്റ് 8-ന് കോഴിക്കോട് ഡിപ്പോയിലെ മറ്റൊരു KSRTC ബസ് മറിഞ്ഞ് 2 ജീവനക്കാർ മരിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇതേ സ്ഥലത്ത് സമാനമായ അപകട സാഹചര്യം ഉണ്ടായതാണ് അട്ടിമറി സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. സമാന സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട ബസ്സും ആക്രമിക്കപ്പെട്ടോ എന്നും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്ര അന്വേഷണത്തിനാണ് KSRTC ഉത്തരവിട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ രാജി നാടകം. കോൺഗ്രസ് അംഗം A. കാർത്യായനി രാജിക്കത്ത് നൽകി. പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കത്തിനിടെയാണ് സംഭവം. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDF നീക്കത്തിനിടയിൽ കോൺഗ്രസ് അംഗം രാജിവെച്ചു.
കൂടാനം വാർഡംഗം എ കാർത്യായനിയാണ് വെള്ളിയാഴ്ച പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് രാജിക്കത്ത് നൽകിയത്. സ്വന്തം ലെറ്റർ പാഡിലാണ് കാർത്യായനി രാജിക്കത്ത് നൽകിയത്. എന്നാൽ രാജി സ്വീകരിച്ചിട്ടില്ല. ലെറ്റർ പാഡിൽ രാജിക്കത്ത് നൽകിയാൽ സാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് സ്വീകരിക്കാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. 19 അംഗ ഭരണസമിതിയാണ് പഞ്ചായത്തിലുള്ളത്. LDF, UDF മുന്നണികൾക്ക് 9 അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണുള്ളത്. നറുക്കെടുപ്പിലൂടെയാണ് സബിത പ്രസിഡന്റായത്. അവിശ്വാസം വിജയിച്ചാൽ പ്രസിഡന്റ് ആരാകണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാർത്യായനിയുടെ രാജിക്കിടയാക്കിയതെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് മെത്താംഫെറ്റമിനുമായി 2 പേർ പിടിയിൽ. ഓണാഘോഷം മുൻനിർത്തി എക്സൈസ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. മെത്താംഫെറ്റാമൈനുമായി 2 യുവാക്കൾ കസ്റ്റഡിയിൽ. മറ്റൊരു സംഭവത്തിൽ ഉണക്ക കഞ്ചാവുമായി പ്രതിയെ പിടികൂടി. ഓണാഘോഷം മുൻനിർത്തി എക്സൈസ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. മംഗൽപാടി ചെറുകോളിയിൽ നിന്നും 0.6 ഗ്രാം മെത്താംഫെറ്റമിനുമായി ചെറുകോളി TM ഹാരിസാണ് പിടിയിലായത്. കുമ്പള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രാവൺ, പ്രിവന്റീവ് ഓഫീസർ ജിജിൻ, മൊയ്തീൻ സാദിഖ്, സിവിൽ എക്സൈസ് ഓഫീസർ പ്രജിത്, ജിതിൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഹരിശ്രീ, എക്സൈസ് ഡ്രൈവർ ക്രിസ്റ്റി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇച്ചിലംകോട് ദീനാർ നഗർ വീട്ടിൽ നിന്ന് 0.85 ഗ്രാം മെത്താംഫെറ്റമിൻ കൈവശം സൂക്ഷിച്ച ദീനാനഗർ മൊയ്തീൻ ഫൈറൂസിനെ കുമ്പള എക്സൈസ് പിടികൂടി. എക്സൈസ് റേഞ്ച് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നെല്ലിക്കുന്ന് വെച്ച 10 ഗ്രാം ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച നെല്ലിക്കുന്ന് കടപ്പുറത്തെ നൂറുദ്ദീൻ പിടിയിലായി. വിദ്യാനഗർ പോലീസും ഡാൻസാഫും ചേർന്ന് കഞ്ചാവ് പിടി വലിച്ച 4 പേരെ പിടികൂടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ നെറ്റിച്ചൊളിയുന്ന മന്ത്രിമാരും MLA-മാരുമാണ് കേരളത്തിലുള്ളതെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം A. വേലായുധൻ. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തിരംഗയാത്രയുടെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ നെഞ്ചകങ്ങളിൽ ദേശസ്നേഹത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ പടർത്തുന്ന ആ അത്യപൂർവ മുഹൂർത്തം കേവലം 3 വർണ്ണങ്ങളുടെ സങ്കലനമല്ലിത്, മറിച്ച് ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ പ്രപഞ്ച സത്യത്തിന്റെ ആത്മാവും അന്തസ്സുമാണ്. ഭാരത മഹാരാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനോടനുബന്ധിച്ചുള്ള തിരംഗ യാത്രയുടെ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ നെറ്റിച്ചൊളിയുന്ന മന്ത്രിമാരും MLA-മാരുമാണ് കേരളത്തിലുള്ളതെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം A. വേലായുധൻ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തിരംഗയാത്രയുടെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 15 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സിരകളിലോടുന്ന രക്തം അഭിമാനത്തിന്റെയും ആത്മഹർഷത്തിന്റെയും സ്വാതന്ത്ര്യ ബോധത്തിന്റേതുമാണ്. പ്രിയമുള്ളവരെ, ഭാരതമാസകലം ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ രാഷ്ട്രത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അതായത് ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് ഒരു വികസ്വര രാഷ്ട്രമായി സർവ്വരംഗത്തും വിജയശ്രീലാളിതരായി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെയുള്ള വിശാലമായ ഈ രാഷ്ട്രത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 140 കോടി ജനതയും ഒറ്റ സ്വരത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്തു വില കൊടുത്തും നമ്മൾ സംരക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന തിരംഗയാത്രകൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ മുന്നേറ്റം കുറിച്ചുകൊണ്ട്, തുടക്കം കുറിച്ചുകൊണ്ട് ഭാരതത്തിന്റെ തെരുവീതികളിൽ 10,000-കണക്കിന് ആളുകൾ ത്രിവർണ്ണ പതാകയേന്തിക്കൊണ്ടുള്ള തിരംഗയാത്രകൾ നടക്കുകയാണ്. നോർത്ത് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച തിരംഗയാത്ര ഹോസ്ദുർഗിൽ സമാപിച്ചു. സമാപന യോഗം റിട്ടയർഡ് ഹവിൽദാരും പൂർവ്വ സൈനിക സേനാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റുമായ P. രാജീവൻ പലോട്ട് ഉദ്ഘാടനം ചെയ്തു. തിരംഗയാത്ര ചെയ്യാൻ പറ്റിയത് അതിൻ്റെ എല്ലാ സംഘാടകരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ ഈ തിരംഗയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നും കൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ തിരംഗയാത്ര കൂടുതലായിട്ട് സംസാരിക്കാനൊന്നുമില്ല.
എങ്കിലും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ 2 വാക്കുകൾ അവസാനിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒന്നുകൂടി ആശംസകൾ അറിയിക്കുന്നു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹവിൽദാർ K. നാരായണൻ, റിട്ടയർഡ് സുബൈദാർ BM. കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M. ബൽരാജ്, HR. സുകന്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N. അശോക് കുമാർ, അഡ്വക്കേറ്റ് രമേശ് യാദവ്, അഡ്വക്കേറ്റ് P. അരവിന്ദാക്ഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P. പത്മനാഭൻ, ബിജി ബാബു, KK. വേണുഗോപാൽ, വെള്ളരിക്കുണ്ട്, മണ്ഡലം പ്രസിഡന്റ് വിനീത് മുണ്ടമണി, മണ്ഡലം സെക്രട്ടറിമാരായ M. പ്രദീപ് കുമാർ, P. മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് തിരംഗയാത്ര സംഘടിപ്പിച്ചത്. ബേക്കൽ കോട്ടയിൽ നിന്നും ആരംഭിച്ച് ബേക്കൽ കടൽ തീരത്ത് യാത്ര സമാപിച്ചു. ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ, വന്ദേ 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 ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. ബേക്കൽ കോട്ടയിൽ നടന്ന ചടങ്ങിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി N. ബാബുരാജ് ദേശീയ പതാക മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് KS. രമണിക്ക് കൈമാറിയതോടെയാണ് തിരംഗയാത്രയ്ക്ക് തുടക്കമായത്. രാജ്യത്തിന്റെ അഖണ്ഡതയും ജനങ്ങളുടെ ഐക്യവും ഉയർത്തിപ്പിടിക്കുകയാണ് തിരംഗയാത്രയുടെ ലക്ഷ്യമെന്ന് N. ബാബുരാജ് പറഞ്ഞു. ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്തുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഓഗസ്റ്റ് 10 മുതൽ 15 വരെ വീടുകളിലും ഓഗസ്റ്റ് 15-ന് എല്ലാ ബൂത്തുകളിലും ദേശീയ പതാക ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ സെക്രട്ടറി പ്രമീള മജൽ, ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറി സൗമ്യ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനിത നായിക്, പ്രേമലത S, ജില്ലാ വൈസ് പ്രസിഡന്റ് അനുശ്രീ, സെക്രട്ടറിമാരായ മമത സാഗർ, ശശികല, മഹിളാ മോർച്ച തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ആശ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് ജയന്തി ജയരാജ്, ഉദുമ മണ്ഡലം പ്രസിഡന്റ് ആശ, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ശ്രീദിവ്യ, കുമ്പള മണ്ഡലം പ്രസിഡന്റ് സുധാ ഗണേഷ്, മൊഗ്രാൽ പുത്തൂർ കമ്മിറ്റി പ്രസിഡന്റ് വസന്തി, വനിതാ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബേക്കൽ കോട്ടയിൽ നിന്നും ആരംഭിച്ച് ബേക്കൽ കടൽ തീരത്ത് യാത്ര സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി.
വിലക്കുള്ള വിശ്വാസം. കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിലെ പരിഷ്കാരം പ്രതിഷേധവുമായി കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ CPI ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ചാണ് ടൗൺ ചുറ്റി വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച് നടന്നത്. M. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി CV വിജയരാജ്, P. വിജയകുമാർ, രവീന്ദ്രൻ മാണിയാട്ട്, A. അമ്പുഞ്ഞി, K. കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇടതുപക്ഷമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. എന്തൊരു വിരോധാഭാസമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ നോക്കി പറയുന്നത്. ഇവിടെ കേരളത്തിൽ LDF മാത്രമാണോ സഹകരണ ബാങ്കുകൾ ഭരണം നടത്തുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സഹകരണ ബാങ്കുകളുണ്ട്? BJP ഭരിക്കുന്ന ബാങ്കുകളിലെ ഈ കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് 10-12ഓളം ബാങ്കുകൾ BJP ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളുണ്ട്. അവിടെയെല്ലാം ആ സഹകരണ ജീവനക്കാർ അവർ വഴി സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പെൻഷൻ പദ്ധതിയെ അട്ടിമറിക്കാൻ പറയുന്ന ന്യായം, ആ ന്യായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ പാവപ്പെട്ട, ദുർബലരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അവകാശമാണ് പെൻഷൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ഇത് തൊഴിലാളികളുടെ അവകാശമായിട്ടാണ്, ഔദാര്യമല്ല. എന്നാൽ UDF കാണുന്നത് ഔദാര്യമെന്ന നിലയിലാണ്. MP ബിജീഷ്, PP നാരായണൻ, A. രോഹിണി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പടന്നക്കാട് നെഹ്റു കോളേജിൽ ദേശസ്നേഹത്തിന്റെ വരികൾക്കൊന്നിച്ച് യോഗാസനം. വിദ്യാർത്ഥികളിൽ ദേശഭക്തിയും രാജ്യസ്നേഹവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ 150 വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
NCC 32 കേരള ബറ്റാലിയൻ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ ദേശഭക്തി യോഗ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ദേശഭക്തിയും രാജ്യസ്നേഹവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയായ യോഗാസനം പരമ്പരാഗത മ്യൂസിക് ഉപകരണങ്ങളുടെ അകമ്പടിയിൽ ദേശഭക്തി ഗാനാലാപനത്തിനൊപ്പം ചെയ്താണ് ദേശഭക്തി യോഗ സംഘടിപ്പിച്ചത്. ഭാരതത്തിന്റെ പൈതൃകവും ദേശസ്നേഹവും സമ്മേളിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ PV റീജ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC NSS യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ദേശഭക്തി യോഗ പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ ദേശഭക്തിയും രാജ്യസ്നേഹവും വർദ്ധിപ്പിക്കുന്നതിനായി ഭാരതം ലോകത്തിനു മുമ്പ് സംഭാവന നൽകിയ യോഗാസനത്തിലെ മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് വീണ, തബല, ദേശഭക്തിഗാനം തുടങ്ങിയ മ്യൂസിക് ഉപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. യോഗയും ദേശഭക്തിയും ഒരുമിച്ച് ചേർന്ന ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളിൽ മാനസിക ശാന്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതിനോടൊപ്പം രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമാണ് ഈ പരിപാടി നൽകുന്നത്. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷത വഹിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ കാർത്തിക് കിഷോർ സ്വാഗതവും NSS വോളണ്ടിയർ സെക്രട്ടറി S. ശീതൾ നന്ദിയും പറഞ്ഞു. നന്ദന രാജൻ, PV അനുശ്രീ, അഭിന സുരേഷ്, EV ഹരിനന്ദന, EV ഹരിചന്ദന, ശ്വേത വിനോദ്, NV മയൂഖ, M. ദേവിക, ശ്രീലക്ഷ്മി ഗണേശൻ, അഭിരാം, NK കാർത്തിക്, നീലിമ, ദേവനന്ദ, നന്ദന എന്നിവർ ദേശഭക്തിഗാനങ്ങൾ ആലപിച്ചു. TV ജയ, വിസ്മയ വീണയും സുധാകരൻ അടോട്ട് തബലയും വായിച്ചു. തത്വമസി യോഗ കേന്ദ്രം ഡയറക്ടർ അശോക് രാജ് വെള്ളിക്കോത്ത് യോഗ പരിശീലിപ്പിച്ചു. രഘുപതി രാഘവ രാജാറാം, ഏക് വദൻ, സ്മരിപ്പിൻ ഭാരതീയരെ തുടങ്ങിയ ദേശഭക്തി ഗാനങ്ങളുടെ ആലാപനത്തിൽ യോഗാസനങ്ങൾ ചെയ്ത രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാനുബന്ധ പരിപാടി വിദ്യാർത്ഥികൾ അവിസ്മരണീയമാക്കി. വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ബോർഡ് ചെയർമാനെ അടിയന്തരമായി നിയമിക്കണമെന്ന് ആവശ്യം. കാഞ്ഞങ്ങാട്ട് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ചുമട്ടുതൊഴിലാളി ബോർഡിന്റെ ഭരണസ്തംഭനത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിലേക്ക് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ചുമട്ടുതൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകേണ്ട ക്ഷേമ ബോർഡ് ഭരണസമിതി പുനഃസ്ഥാപിക്കുക, ആനുകൂല്യങ്ങൾ വേഗത്തിൽ വിതരണം ചെയ്യുക, ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം റദ്ദാക്കുക, താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സർക്കാർ ജീവനക്കാരെയും അന്യായമായി സ്ഥലം മാറ്റുകയാണ്. സർക്കാർ ജീവനക്കാർ സർക്കാരിന്റെ ഭരണം മാറി വന്നാൽ
അത് ഏതെങ്കിലും വിഭാഗത്തിന്റെ മാത്രം ഉദ്യോഗസ്ഥന്മാരല്ല, എല്ലാ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങിയിരുന്നോ സ്ഥലം മാറ്റത്തിന് വേണ്ടി എന്ന നിലയിലേക്ക് ഒരു മുഖ്യമന്ത്രി എത്രമാത്രം ചെറുതാകുന്നു എന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്കതിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ നിലയിൽ ഇത്തരം ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ജീവനക്കാരെ ഉൾപ്പെടെ സ്ഥലം മാറ്റുന്നു. താൽക്കാലികമായി നിയമിച്ച മുഴുവൻ ആളുകളെയും ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെ വന്നാലോ താൽക്കാലികമായി ഒഴിവാക്കുന്നു, താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കുന്നു, സ്ഥിരം ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു. പിന്നെ ആരാ ഈ ബോർഡ് നിയന്ത്രിക്കുന്നത്? ബോർഡിന് ചെയർമാനില്ല, ഭരണസമിതിയില്ല. ഇത് കേവലം ഈ ചുമട്ടുതൊഴിലാളി മേഖലയിലെ ക്ഷേമനിധി ബോർഡിന്റെ അവസ്ഥ മാത്രമല്ല, തൊട്ടടുത്ത് നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ജില്ലയിൽ ഏതാണ്ട് 50,000 തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ്. അവിടെയും ചെയർമാനില്ല, ഉദ്യോഗസ്ഥന്മാരില്ല, എല്ലാവരെയും പിരിച്ചുവിട്ടു. സ്ഥിരം ജീവനക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളാണ് നിശ്ചലമായി നിലനിൽക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ MV കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AE സെബാസ്റ്റ്യൻ, EK ചന്ദ്രൻ, K ബിനീഷ്, PN ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി K മോഹനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മോഡൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വയലോർമ മഴപ്പൊലിമ നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടും നാട്ടിപ്പാട്ടും നാടൻ കളികളും നാട്ടിനടലുമായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ മഴപ്പൊലിമ വയലോർമ 2026 കൊട്ടിലങ്ങാട്ട് വയലിൽ നടന്നു. ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച മഴപ്പൊലിമയുടെ ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി നിർവഹിച്ചു. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിനുവേണ്ടിയാണ് വയലുകളിൽ കുടുംബശ്രീയുടെയും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നാട്ടിപ്പാട്ടിന്റെ ഈണവും മഴയുടെ ഇരമ്പലും ചേർന്നുകൊണ്ടാണ് മഴപ്പൊലിമ സംഘടിപ്പിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് മഴയില്ല, നല്ല വെയിലാണ്. കാലാവസ്ഥ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഓരോ ദിവസവും നടമാടുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പോലും പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ന സമയത്താണ് മഴ വരുന്നത്, ആ സമയത്താണ് ഇന്ന തരത്തിലുള്ള കൃഷികൾ ചെയ്യേണ്ടതെന്ന് നമ്മുടെ നേരത്തെയുള്ള മുത്തശ്ശിമാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ കൃത്യമായിട്ട് അറിയാം. CDS ചെയർപേഴ്സൺ K അശ്വിനി അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C കുഞ്ഞാമിന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV കാവ്യ, പഞ്ചായത്ത് മെമ്പർമാരായ A തമ്പാൻ, രതീഷ് മല്ലികമാട്, അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് T ഷൈജു, പൊതുപ്രവർത്തകരായ കോടാട്ട് കൃഷ്ണൻ, A പവിത്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ദീപ പ്രവീൺ സ്വാഗതവും CDS വൈസ് ചെയർപേഴ്സൺ K സുമതി നന്ദിയും പറഞ്ഞു. തുടർന്ന് വെള്ളം നിറഞ്ഞ കൊട്ടിലങ്ങാട് പാടത്ത് കുടുംബശ്രീ പ്രവർത്തകരുടെ ബലൂൺ റൈസ്, ബിസ്ക്കറ്റ് തീറ്റ മത്സരം, ഓട്ട മത്സരം, സ്പൂൺ റൈസ്, വെള്ളം നിറച്ച ബലൂൺ പിടുത്ത മത്സരം എന്നിങ്ങനെ രസകരമായ മത്സരങ്ങളും അരങ്ങേറി. പൊലിമയെ പ്രൗഢമാക്കിക്കൊണ്ട് ആദ്യ മത്സരം ഇവിടെ അരങ്ങേറുകയാണ്. ബലൂൺ പൊട്ടിക്കൽ, ആവേശഭരമായ ബലൂൺ പൊട്ടിക്കൽ. പ്രമുഖ നാടൻപാട്ട് കലാകാരൻ രവി വാണിയമ്പാറയുടെ നാടൻപാട്ടിനൊപ്പം കുടുംബശ്രീ പ്രവർത്തകരുടെ ആട്ടവും പാട്ടും വയലോർമ്മയ്ക്ക് മിഴിവേകി. ഒപ്പം കുടുംബശ്രീ പ്രവർത്തകരുടെ നൃത്ത ഇനങ്ങളും വയലിൽ അരങ്ങേറിയത് കണ്ണിനും കാതിനും കുളിർമയേകിയ അനുഭവമായി മാറി. തുടർന്ന്
മഴപ്പൊലിമയിൽ പങ്കെടുത്തവരെല്ലാം ചേർന്ന് കൊട്ടിലങ്ങാട്ട് വയലിലെ 30 സെന്റ് വയലിൽ നാട്യപ്പാട്ടിന്റെ അകമ്പടിയോടെ ഉമാ നെൽവിത്തിനത്തിന്റെ ഞാറുപയോഗിച്ച് നാട്ടിയും നട്ടാണ് വയലിൽ നിന്നും കരകയറിയത്. മഴപ്പൊലിമ ഉത്സവത്തിൽ പങ്കാളികളായ മുഴുവൻ പേർക്കും കുത്തരി ഉപയോഗിച്ചുള്ള കഞ്ഞിയും നാടൻ ഫലവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള കൂട്ടുകറിയും പായസം അടക്കമുള്ള വിഭവങ്ങളും നൽകിയാണ് യാത്രയാക്കിയത്. മത്സര വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി, വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി കാവ്യ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റബീൽ അവൽ 12 ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ മിലാദുൻ നബി ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കരുണവാൻ നബി എന്ന ശീർഷകത്തിൽ ചെറുവത്തൂർ കൈതക്കാട് തർബിയ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന നബിദിന ക്യാമ്പയിനിന്റെ വിളംബരമായി മാനവമൈത്രി സംഗമം നടത്തി. ചെറുവത്തൂർ ടൗണിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ പോലീസ് മേധാവി ടി ഉത്തം ദാസ് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ കൈതക്കാട് തർബിയ ഖുർആൻ അക്കാദമി നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നബിദിന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മാനവമൈത്രി സംഗമം നടത്തിയത്. ചെറുവത്തൂർ ടൗണിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ പോലീസ് മേധാവി ടി ഉത്തം ദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നേരത്തെ ഇവിടെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി എന്നത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഈ ലഹരി എന്ന വിപത്തിനെതിരെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ റാലികൾ നടത്തിയാലും എല്ലാം കൊണ്ടും നമുക്കവരെ ഈ ഒരു ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും പൊതുജനത്തിന്റെ വലിയൊരു പിന്തുണയോട് കൂടിയാണ് ഇന്ന് ആഭ്യന്തര വകുപ്പും പോലീസും ഡിപ്പാർട്ട്മെന്റ് എല്ലാം തന്നെ ഈ ഒരു ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള മാനവ മൈത്രി സംഗമങ്ങളിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശം കൂടി നമുക്ക് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നൽകുവാൻ വേണ്ടി സാധിക്കട്ടെ. നിങ്ങളുടെ പഠനമാകട്ടെ, നിങ്ങളുടെ ലഹരി, നിങ്ങളുടെ ജീവിതം, നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള നാടിനോടൊപ്പമുള്ള സ്നേഹം, അത് നമുക്ക് നമ്മുടെ പഠനത്തോടെയും നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാരുടെ അവരുടെ അറിവുകളിലൂടെയും നമുക്ക് നേടാൻ സാധിക്കട്ടെ. ഈ ലഹരി എന്ന മാരക വിപത്തിനെതിരെ നമുക്ക് ഈ സമൂഹത്തിൽ തീർച്ചയായും ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. കൈതക്കാട് മഹൽ പ്രസിഡന്റ് എ വി അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ മുഖ്യാതിഥിയായി. സ്വാമി പ്രേമാനന്ദ, ജസ്റ്റിൻ ആന്റണി, ഇസ്മായിൽ ഫൈസി ഇർഫാനി എന്നിവർ മൈത്രി സന്ദേശം നൽകി. മഹാപണ്ഡിതനായിട്ട് മാറുകയും അൽ-ഫാത്തിഹ എന്ന് തുടങ്ങിയിട്ട് സൂറത്തുന്നാസ് എന്ന് അവസാനിക്കുന്ന വിധത്തിലുള്ള 114 അധ്യായങ്ങളും 6666 ആയത്തുകളും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പരമ കാരുണ്യകനായ അല്ലാഹുവിന്റെ നാമധേയത്തിൽ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള MSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, ചെറുവത്തൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി രാജൻ, ദുബായ് സുന്നി സെന്റർ ട്രഷറർ TKC അബ്ദുൽ ഖാദർ ഹാജി, ലത്തീഫ് നീലഗിരി, സയ്യിദ് വലിയപറമ്പ്, അഫ്സൽ രാമന്തളി, മൊയ്നുദ്ദീൻ ചിഷാദി ഹുദവി, ജാബിർ ഹുദവി തൃക്കരിപ്പൂർ, PC മുഹമ്മദ് കുഞ്ഞി ഹാജി, മുഹ്യുദ്ദീൻ ഹസനി എന്നിവർ സംസാരിച്ചു. നബിദിന ക്യാമ്പയിനിന്റെ ഭാഗമായി വനിതാ ക്വിസ്, അഖില കേരള പടപ്പാട്ട് മത്സരങ്ങൾ, ഗ്രാൻഡ് മൗലിദ്, മെഗാദഫ്, കലാപരിപാടികൾ, നബിദിന റാലി തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബഹുജന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും 2 ദിവസങ്ങളിലായി ചെറുവത്തൂരിൽ നടന്നുവന്ന കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കർഷക സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തിമിരി ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ബഹുജന പ്രകടനം ടൗണിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. പൊതുസമ്മേളനം കർഷക സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിലുള്ള ജീവിത പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. നെൽകൃഷിക്കാരെ നിലനിർത്തണമെങ്കിൽ വളത്തിന് സബ്സിഡി കൊടുക്കണം, നെല്ല് ഗവൺമെൻറ് സംഭരിക്കണം, അധ്വാനത്തിൻ്റെ ഫലം നെൽകൃഷിക്കാർക്ക് കൊടുക്കണം. ഇന്ത്യയിലെ പ്രശസ്തനായ കാർഷിക വിദഗ്ധൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കുട്ടനാടുകാരനാണ്, സ്വാമിനാഥൻ കമ്മീഷൻ. അദ്ദേഹം പിന്നീട് തമിഴ്നാട്ടിൽ താമസമാക്കി. തമിഴ്നാട്ടിൽ അദ്ദേഹം ഈ കാർഷിക ഗവേഷണത്തിൽ ലോകപ്രശസ്തനാണ്. സ്വാമിനാഥൻ പറഞ്ഞൊരു കാര്യം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന ചിലവിൻ്റെ 1.5 ഇരട്ടിയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കൃഷി നിലനിൽക്കൂ, അല്ലെങ്കിൽ കൃഷിക്കാർ ഉപേക്ഷിക്കപ്പെടും. കൃഷി ഉപേക്ഷിച്ചാൽ ആഹാരത്തിൻ്റെ പ്രശ്നം വരും. ഇപ്പം കേരളത്തിൽ നമുക്ക് വേണ്ട അരിയുടെ 1/4 പോലും ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ്. K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു, P. ജനാർദ്ദനൻ, KR ജയാനന്ദ, P. മുഹമ്മദ് റാഫി, MV കോമൻ നമ്പ്യാർ, TP ശാന്ത, KP രാമചന്ദ്രൻ, K. മണികണ്ഠൻ, മാധവൻ മണിയറ, K. രഘുദേവൻ മാസ്റ്റർ, M. രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുള്ളേരിയയ്ക്ക് നവ്യാനുഭവം പകർന്ന് മുഹിമാത് മിലാദ് വിളംബര റാലി. മുള്ളേരിയ അഹദലിയ സെന്റർ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി മുള്ളേരിയ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. സ്കൗട്ടിന്റെയും ദഫിന്റെയും ഫ്ലവർ ഷോകൾ അടങ്ങുന്ന വിവിധ പ്രദർശനങ്ങളുടെ ചുവടുവെപ്പുകളും പ്രവാചക പ്രകീർത്തന ഗീതങ്ങളും റാലിയെ ശ്രദ്ധേയമാക്കി. പ്രവാചകർ മുഹമ്മദ് നബി തങ്ങളുടെ 1501 ജന്മദിനമാസം സമാഗതമായതിന്റെ വരവറിയിച്ച് ഖൽബിലുണ്ട് എന്റെ നബി എന്ന ശീർഷകത്തിൽ മുഹിമാത്ത് മദ്ഹുറസൂൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മീലാദ് വിളംബര റാലി മുള്ളേരിയയ്ക്ക് നവ്യാനുഭവം പകർന്ന് സമാപിച്ചു. മുഹിമാത്ത് വിദ്യാർത്ഥികളും സ്ഥാപന നേതാക്കളും അണിനിരന്ന റാലിയെ വീക്ഷിക്കുന്നതിന് ജാതിമത ഭേദമന്യേ 100 ആളുകളാണ് തടിച്ചുകൂടിയത്. സ്കൗട്ടിന്റെയും ദഫിന്റെയും ഫ്ലവർ ഷോകൾ അടങ്ങുന്ന വിവിധ പ്രദർശനങ്ങളുടെ ചുവടുവെപ്പുകളും പ്രവാചക പ്രകീർത്തന ഗീതങ്ങളും ശ്രദ്ധേയമായി. ചെറിയ കാലങ്ങൾ കൊണ്ട് മുഹിമാത്ത് വളർത്തിയെടുത്ത വൈജ്ഞാനിക മുന്നേറ്റം സഹകാരികളിൽ ആവേശം വിതറി. മുള്ളേരിയ അഹദലിയ സെന്റർ പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി മുള്ളേരിയ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ പഞ്ചിക്കൽ, സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് അഹമ്മദുൽ കബീർ ജമലുൽ ലൈലി തങ്ങൾക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ പ്രാർത്ഥന നടത്തി. BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് മുത്തുക്കോയ തങ്ങൾ കണ്ണവം, ഇമ്പിച്ചി തങ്ങൾ ഖലീൽ സ്വലാഹ്, സയ്യിദ് ഹബീബ് തങ്ങൾ, സയ്യിദ് ഹാമിദ് അൻവർ തങ്ങൾ, സയ്യിദ് ഹുസൈൻ തങ്ങൾ, സയ്യിദ് ഖലീൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് യഹ്യ തങ്ങൾ, സയ്യിദ് മുത്തു തങ്ങൾ മഞ്ഞമ്പാറ, സയ്യിദ് ത്വൽഹത്ത് തങ്ങൾ, മൊയ്തു സഅദി ചേരൂർ, അബ്ദുറഹ്മാൻ അഹ്സനി, സുലൈമാൻ കരിവള്ളൂർ, റഫീഖ് സഅദി ദേലമ്പാടി, ഇത്തിഹാദ് മുഹമ്മദ് ഹാജി അമീർ അലി ചൂരി, അബ്ദുൾ റസാഖ് സഖാഫി പള്ളങ്കോട്, അബ്ദുറഹ്മാൻ സഖാഫി പള്ളങ്കോട്, സൂഫി മദനി, മൻഷാദ് അഹ്സനി, അബ്ദുൽ ഖാദർ സഖാഫി നാരമ്പാടി, അബ്ദുറഹ്മാൻ സഖാഫി പൂത്തപ്പലം, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, അബ്ബാസ് സഖാഫി മൺമ, ഗുണാജെ അബ്ദുള്ള ഹാജി, നടുബയൽ മുഹമ്മദ് ഹാജി, ഉമർ മാഹിൻ മുഗു, ബഷീർ കുമ്പോൽ, അലി ഹിമമി വെള്ളിപ്പാടി, KH അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുള്ള ഹാജി മുള്ളേരിയ, അജ്മാൻ മുഹമ്മദ് ഹാജി, ഹാരിസ് ഹിമമി സഖാഫി പരപ്പ, സിദ്ദിഖ് ഹാജി പൂത്തപ്പലം, നാഷണൽ അബ്ദുള്ള മൂസ നേജിക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. സമാപന സംഗമം ICF നാഷണൽ സെക്രട്ടറി ഹമീദ് പരപ്പ ഉദ്ഘാടനം ചെയ്തു. മൂസ സഖാഫി കളത്തു സന്ദേശഭാഷണം നടത്തി. ഉമർ സഖാഫി കർണൂർ സ്വാഗതവും അബൂബക്കർ കാമിൽ സഖാഫി പാവൂരടുക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുള്ളേരിയ. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു.
എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് മെഗാമാൾ കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത് അനുസ്മരണ സമ്മേളനം കാസർഗോഡ് നടന്നു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും GK അജിത് നടത്തിയ സേവനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത് അനുസ്മരണ സമ്മേളനം കാസർഗോഡ് റോട്ടറി ഭവനിൽ നടന്നു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. BMS ജില്ലാ പ്രസിഡന്റ് K ഉപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BMS ദക്ഷിണ മേഖലാ സംഘടനാ സെക്രട്ടറി MP രാജീവൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാ കാര്യങ്ങളും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ പരിചരിച്ചു. അപ്പോഴും വലിയ ആത്മവിശ്വാസമായിരുന്നു ഞങ്ങൾക്കും അജിത്തിനും. കാരണം ഓഗസ്റ്റിൽ ഈ സർജറി കഴിഞ്ഞു. കുറച്ചു കാലം ഡോക്ടറുടെ അഭിപ്രായം 3 മാസം കൊണ്ട് അദ്ദേഹം പൂർണ്ണമായും റിക്കവറായി വരും, പൂർണ്ണ ആരോഗ്യവാനായി വരും, നന്നായി സംസാരിക്കാൻ കഴിയും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഓഗസ്റ്റിൽ സർജറി കഴിഞ്ഞു. ഫെബ്രുവരിയിലായിരുന്നു, ഈ 2026 ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ ഓൾ ഇന്ത്യ സമ്മേളനം ഒറീസയിലെ പുരിയിൽ വെച്ച് നടന്നത്. അപ്പോൾ എനിക്കും എന്തായാലും സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന ഒരാഗ്രഹം അജിത്ത് പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ എന്തായാലും വരും രാജീവേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള. അദ്ദേഹം തന്നെയാണ് ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീധർജിയോട് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുപ്പിച്ചത്. അപ്പോൾ വലിയൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു റിക്കവറായി വരുന്നുള്ളത് അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ സമ്മേളനത്തിൽ ഞാൻ അദ്ദേഹത്തെ പോവാൻ അനുവദിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമങ്ങൾ, അവിടുത്തെ ക്ലൈമറ്റ്, അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഞാൻ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു
അജിജി, ഏതായാലും ഈ അഖിലേന്ത്യാ സമ്മേളനം നിങ്ങൾ ഒഴിവാക്കൂ, അടുത്ത സമ്മേളനത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. അങ്ങനെ അവസാന നിമിഷത്തിൽ അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തു. എന്നിട്ടും ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം 2 ജില്ലകളിൽ യാത്ര നടത്തി. കൊല്ലം, പത്തനംതിട്ട 2 ജില്ലകളിലെ ജില്ലാ ഭാരവാഹി യോഗത്തിൽ അജിത്ത് പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാന സമിതിയിൽ അദ്ദേഹം പങ്കെടുത്തു, കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സംഘടനയോടുള്ള ആ ഒരു അടങ്ങാത്ത സ്നേഹം, സംഘടനാ പ്രവർത്തനത്തിൽ വിട്ടുനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം അജിത്ത് പ്രകടിപ്പിച്ചിരുന്നു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, VHP വിഭാഗ് പ്രമുഖ് സംഗപ്പ ഭണ്ഡാരി, BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ, BMS സംസ്ഥാന സമിതി അംഗം VV ബാലകൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി. തൊഴിലാളി സംഘടനാ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു അദ്ദേഹമെന്ന് അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും അദ്ദേഹം നടത്തിയ സേവനങ്ങൾ യോഗത്തിൽ അനുസ്മരിച്ചു. കോവിഡ് കാലത്ത് ദുരിതമനുഭവിച്ച തൊഴിലാളികൾക്ക് സഹായമെത്തിക്കുന്നതിനായി സംഘടനയുടെ നേതൃത്വത്തിൽ സേവാനിധി സാമ്പത്തിക സഹായ പദ്ധതി നടപ്പാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും അനുസ്മരണ യോഗത്തിൽ പ്രത്യേകം പരാമർശിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ ഭാരവാഹികളും BMS പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശ് ബംബ്രാണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാനദണ്ഡവിരുദ്ധമായി രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്ന കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി FSCTUയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സ്ഥലമാറ്റമുണ്ടാക്കിയ മാനസിക സംഘർഷത്തിൽ വിലപ്പെട്ട 2 ജീവനാണ് നഷ്ടപ്പെട്ടത്. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു. ചൊക്ലിയിലെ ആരോഗ്യപ്രവർത്തക ദീപാലേഖ അപകടത്തിൽ പരിക്കേറ്റ് ലീവിലായിരുന്നു. തിരികെ ജോലിയിലെത്തിയ ഉടനെ തന്നെ സ്ഥലംമാറ്റ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഉടൻ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ജീവനെടുക്കുന്ന പ്രതികാര നടപടികൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് FSCTO സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. T ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. FSCTO സംസ്ഥാന ട്രഷറർ M ഷാജഹാൻ, KSTA സംസ്ഥാന ട്രഷറർ K രാഘവൻ, PK വിനോദ്, NK ലസിത, V ജഗദീഷ്, സുമേഷ്, CS രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. K ഹരിദാസ് സ്വാഗതവും മധു കരിമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GJBS പിലാങ്കട്ട സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. യുദ്ധവിരുദ്ധ സന്ദേശം, പോസ്റ്റർ രചന, വീഡിയോ പ്രദർശനം, പ്രസംഗ മത്സരം തുടങ്ങിയ മത്സരങ്ങൾ പരിപാടിയുടെ ഭാഗമായി നടന്നു. GJBS പിലാങ്കട്ട സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു. യുദ്ധത്തിന്റെ ദുരന്തങ്ങളും സമാധാനത്തിന്റെ പ്രധാനവും കുട്ടികളിൽ ബോധ്യപ്പെടുത്തുന്നതിനായി വിവിധ പരിപാടികൾ നടത്തി. യുദ്ധവിരുദ്ധ സന്ദേശം, പോസ്റ്റർ രചന, വീഡിയോ പ്രദർശനം, പ്രസംഗ മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. യുദ്ധമല്ല സമാധാനമാണ് ലോകത്തിന് ആവശ്യമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടികൾ നടന്നത്. അമേരിക്കൻ അനുഭവം വർഷിച്ചു. ലിറ്റിൽ ബോയ് ഫാറ്റ് മാൻ എന്ന് പേരിട്ട ആ മാരകായുധങ്ങൾ
യുദ്ധവും അക്രമവും കൊണ്ട് ആർക്കും ഒന്നും നേടാനാവില്ലെന്നും സമാധാനമാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനമെന്നും നമ്മെ ഈ ദിനങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നു. ഫാത്തിമത്ത് 1ാം സ്ഥാനവും ഇസ്മായിൽ അഹമ്മദ് ജാസിം 2ാം സ്ഥാനവും നേടി. ചടങ്ങിൽ വെച്ച് വിജയികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം ഈ വർഷത്തെ ഉൽപാദക ബോണസ് വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ 2025-26 വർഷത്തെ ഉൽപാദക ബോണസ് വിതരണം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് ലിഷാപ്പിയുടെ അധ്യക്ഷതയിൽ സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പരങ്കാവ് ബോണസ് വിതരണം ചെയ്തു. ഓരോരാളെ അപ്പോൾ നമ്മളൊരു അറിയിപ്പ്, നമ്മൾ ബോണസ് കൊടുക്കുന്നുണ്ട് എന്നതിലേക്ക് ഒരു അറിയിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗം വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ മുഴുവൻ കർഷകർക്കും ഏകദേശം 1,300ഓളം പാൽ വളർത്തുന്ന കർഷകരുണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കർഷകർക്കും ഈ രീതിയിൽ എല്ലാ നമ്മളെ ആനുകൂല്യങ്ങൾ കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഓണത്തിന് നമ്മൾ പ്രത്യേക ഓണക്കിറ്റ് കൂടെ കൊടുക്കുന്നു. ആ ഓണക്കിറ്റ് പറഞ്ഞാൽ നമ്മളെ ഇതുപോലെ കർഷകർക്ക് ആ ഒരു നമ്മുടെ സംഘത്തിന് ഓർമ്മപ്പെടുത്താനും നല്ലൊരു ഉത്സവം ഓണാഘോഷം നല്ലൊരു മേളയാക്കി മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. നമ്മൾ കുറച്ച് വർഷം തോറും ഈ പരിപാടി നടത്താറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചകളിൽ തന്നെ അതിന് കൂടെ നമ്മൾ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഉത്സവ വേളയിൽ നമ്മുടെ നാട്ടിൻ്റെ ഈ ഒരു കർഷകർക്ക് ഒരു സന്തോഷപ്രദമായ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം യോഗങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരം പരിപാടികളും പദ്ധതികളും നടത്തിക്കൊണ്ടു പോകുന്നത്. സംഘം നല്ലൊരു രീതിയിൽ ഇപ്പോൾ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഭരണസമിതിയുടെ പരിപൂർണ്ണ സഹകരണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മംഗളകരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചേർന്ന മുഴുവൻ കർഷകർക്കും ഓണാശംസകൾ നൽകുകൊണ്ട് ഈ പരിപാടി അഭികാരമായി അംഗീകാരത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘം ഭരണസമിതി അംഗങ്ങളായ വത്സൻ CK, ദിനേശൻ VM, രാജൻ PP, ഗംഗാധരൻ K, ബിന്ദു M, പ്രജീഷ, നിഷ M എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി TV രാജേഷ് സ്വാഗതവും KV സതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ഡീലക്സ് ബസിന് നേരെ മുട്ടയേറ്. യാത്രക്കാരെ സുരക്ഷിതരായി വീടുകളിലെത്തിച്ചത് വെള്ളിക്കോത്ത് സ്വദേശിയായ സുരേഷ് എന്ന KSRTC ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ രാജി നാടകം. കോൺഗ്രസ് അംഗം A. കാർത്യായനി രാജിക്കത്ത് നൽകി. പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കത്തിനിടെയാണ് സംഭവം. കാസർഗോഡ് മെത്താംഫിറ്റാമിനുമായി 2 പേർ പിടിയിൽ. ഓണാഘോഷം മുൻനിർത്തി എക്സൈസ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. വന്ദേമാതരം എന്ന് കേൾക്കുമ്പോൾ നെറ്റിച്ചൊളിയുന്ന മന്ത്രിമാരും MLA-മാരുമാണ് കേരളത്തിലുള്ളതെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം A. വേലായുധൻ. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് തിരംഗയാത്ര സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിലെ പരിഷ്കാരം. പ്രതിഷേധവുമായി കർഷക തൊഴിലാളി ഫെഡറേഷൻ. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.